പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഹല്ലേലൂയ. അപ്പോൾ ആ തിരുവചനവുമായി നിന്റെ സന്നിധിയിൽ നിൽക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യും. നിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കണം കർത്താവ്. വചനം സംസാരിപ്പാൻ ഹല്ലേലൂയ. നിൻ്റെ ആത്മാവ് നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം. കേൾവിക്കാരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിനെ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യമേ ഒരു പാട്ട് പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. यहाँ तक जय देने वाले धन्यवाद, यहाँ तक रेणुबाई करने वाले धन्यवाद, यहाँ तक जय देने वाले प्रभु धन्यवाद, यहाँ तक रेणुबाई करने वाले धन्यवाद, यहाँ तक चलाए मुझे अपनी कृपा से, आगे भी चला प्रभु तेरी मर्जी से, यहाँ तक चलाया मुझे अपनी कृपा से, आगे भी चला प्रभु तेरी मर्जी से, यहाँ तक रेणुबाई प्रभु धन्यवाद, यहाँ तक रेणुबाई करने वाले धन्यवाद, यहाँ तक रेणुबा से, आगे भी चला प्रभु तेरी मर्जी से. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു പാട്ടൂടെ പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സപ്തസ്വരത്തിൻ തരംഗങ്ങളെ വരൂ വരൂ എന്തേവനെ കീർത്തിച്ചിടാൻ, വരൂ വരൂ എന്തേവനെ കീർത്തിച്ചിടാൻ, സപ്തസ്വരത്തിൻ തരംഗങ്ങളെ, സപ്തസ്വരത്തിൻ തരംഗങ്ങളെ വരൂ വരൂ എന്തേവനെ കീർത്തിച്ചിടാൻ, വരൂ വരൂ എന്തേവനെ കീർത്തിച്ചിടാൻ. വൻ കൃപയാൽ എന്നെ നടത്തുന്നവൻ തൻ വാത്സല്യ സ്നേഹത്താൽ നടത്തുമെന്നെ, വൻ കൃപയാൽ എന്നെ നടത്തുന്നവൻ തൻ വാത്സല്യ സ്നേഹത്താൽ നടത്തി എന്നെ, രാഗത്താൽ വർണ്ണത്താൽ താളത്താൽ മേളത്താൽ എന്നും അവനെ ഞാൻ കീർത്തിച്ചിടും, രാഗത്താൽ വർണ്ണത്താൽ താളത്താൽ മേളത്താൽ എന്നും അവനെ ഞാൻ കീർത്തിച്ചിടും, സപ്തസ്വരത്തിൻ തരംഗങ്ങളെ വരൂ വരൂ എന്തേവനെ കീർത്തിച്ചിടാൻ, വരൂ വരൂ എന്തേവനെ കീർത്തിച്ചിടാൻ. പച്ചയാം പുല്ലിന്മേൽ നടത്തുന്നവൻ, തൻ്റെ അകത്തിൽ നടത്തുന്നവൻ, രാഗത്താൽ വർണ്ണത്താൽ താളത്താൽ മേളത്താൽ എന്നും അവനെ ഞാൻ കീർത്തിച്ചിടും, രാഗത്താൽ വർണ്ണത്താൽ താളത്താൽ മേളത്താൽ എന്നും അവനെ ഞാൻ കീർത്തിച്ചിടും, സപ്തസ്വരത്തിൻ തരംഗങ്ങളെ വരൂ വരൂ എന്തേവനെ കീർത്തിച്ചിടാൻ, വരൂ വരൂ എന്തേവനെ കീർത്തിച്ചിടാൻ. ക്രൂശിൽ ചിന്തിയ തിരുനിണത്താൽ എൻ പാപം കഴുകി മാറ്റിയവൻ, ക്രൂശിൽ ചിന്തിയ തിരുനിണത്താൽ എൻ പാപം കഴുകി മാറ്റിയവൻ, രക്തവർണ്ണമാം എന്നുടെ പാപം ഹിമം പോൽ ആക്കിയവൻ,
രക്തവർണ്ണമാമെന്നുടെ പാപം ഹിമം പോൽ ആക്കിയവൻ. സപ്തസ്വരത്തിൻ തരംഗങ്ങളെ വരൂ വരൂ എൻ ദേവനെ കീർത്തിച്ചിടാൻ. വരൂ വരൂ എൻ ദേവനെ കീർത്തിച്ചിടാൻ. വരൂ വരൂ എൻ ദേവനെ കീർത്തിച്ചിടാൻ. പ്രൈസ് ദി ലോർഡ്. മഹത്വത്തിൻ്റെ പ്രത്യാശ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അപ്പ നിന്റെ വചനവുമായി അല്പസമയം നിന്റെ കുഞ്ഞുങ്ങളോട് സംസാരിപ്പാൻ കർത്താവേ അടിയനെ നീ ഒരിക്കലായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സായം സന്ധ്യയിൽ അനേകർ നീ ഒരിക്കലും പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിശേഷിച്ച് ഈ ഗ്രൂപ്പിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ചീഫ് അഡ്മിൻ കർത്താവിൽ പ്രസിദ്ധിയായ സിസ്റ്റർ റോസ്ലിൻ സുരേഷിൻ്റെ കുടുംബത്തെ കർത്താവ് ഞാൻ ഓർക്കുന്നു. അവരുടെ എല്ലാ ഹല്ലേലൂയ പ്രവർത്തനങ്ങളെയും നീ മാനിക്കണമേ, അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻസ് ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. മറ്റു മെമ്പേഴ്സിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. തിരുവനന്തപുരം അടിയിൽ നിൽക്കുന്ന അടിയനെ നീ സഹായിക്കണം. നിൻ്റെ ആത്മാവിനാൽ അടിയനെ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സലേശു നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, ഇന്ന് ഈ സായം സന്ധ്യയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം 1 കൊരിന്ത്യർ 16 അധ്യായം അതിൻ്റെ 9 വാക്യമാണ്. 1 കൊരിന്ത്യർ 16 അധ്യായം അതിൻ്റെ 9 വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. For a great door and effectually is opened unto me, and there are many adversaries. ഹിന്ദിയിൽ ഇങ്ങനെയാണ് പറയുന്നത്, क्योंकि मेरे लिए यहाँ एक बड़ा और उपयोगी द्वार खुला है और विरोधी बहुत से हैं. പ്രിയരെ, ഈ വാചകം, ഈ സ്റ്റേറ്റ്മെൻറ്റ് വിശുദ്ധ പൗലോസിൻ്റേതാണ്. വിശുദ്ധ പൗലോസ് കാരാഗ്രഹവാസത്തിലായിരുന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, തൻ്റെ ജനത്തെ, തൻ്റെ സഭയിലെ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് താൻ സംസാരിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. നമുക്കറിയാം, പൗലോസിൻ്റെ ജീവിതത്തിൽ തൻ്റെ ശുശ്രൂഷയിൽ പലപ്പോഴും തടസ്സങ്ങൾ നേരിട്ടു, വലിയ വെല്ലുവിളികൾ ഉണ്ടായി. ഒരിക്കൽ ഈ പൗലോസ് ശൗലായിരുന്ന സമയമുണ്ട്. അന്ന് ക്രിസ്ത്യാനികളെ പിടിക്കുക, അവരെ ജയിലിലാക്കുക, ഇതൊക്കെയായിരുന്നു തൻ്റെ ജോലി. എന്നാൽ ദൈവം ഒരു ദിവസം ഈ ശൗലിനെ പിടിച്ച് പൗലോസാക്കി. നമുക്കറിയാം, ഒരു ദിവസം ഡമാസ്കസിൻ്റെ പടിവാതിക്കലേക്ക് താനിങ്ങനെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ആകാശത്തുനിന്ന് ഒരു ഹല്ലേലൂയ, ഒരു പ്രകാശം ചുറ്റിമിന്നി. പ്രൈസ് ദി ലോർഡ്. താൻ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണു. അവിടെ കർത്താവും പൗലോസും തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട്. ഈ കർത്താവിനോട് പൗലോസ് ചോദിക്കുകയാണ്, കർത്താവേ, നീ ആരാകുന്നു? ഉടനെ അതെ, കർത്താവ് പറഞ്ഞ മറുപടി എന്നറിയാമോ? നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്ന ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ ശൗൽ പൗലോസ് ആകുകയും കർത്താവിന് വേണ്ടി ഏറ്റവും അധികം അതേ കഷ്ടത, പ്രയാസം, നിന്ന, അപമാനം ഏൽക്കുവാൻ വേണ്ടി മുന്നോട്ട് വരികയും ചെയ്തു. ഏറ്റവും കൂടുതൽ ലേഖനം എഴുതിയ 14 ലേഖനത്തോളം എഴുതിയ ഈ പൗലോസ്, നമുക്കറിയാമോ, റോമൻ അതേ സിറ്റിസൺ ആയിരുന്നു. അതുപോലെ തന്നെ ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു. ഗമാലിയലിൻ്റെ, അന്ന് ഗുരുകുൽ എഡ്യൂക്കേഷനുള്ള സമയമാണ്, ഗമാലിയൻ്റെ കാൽക്കീഴിലിരുന്ന് താൻ വചനം അഭ്യസിച്ചവനാണ്. അത് റോമ പൗരനാണ്, നല്ല ധനാഢ്യനാണ്, ഏറ്റവും കൂടുതൽ ഡിഗ്രി ഉള്ളവനാണ്. പക്ഷേ ആ വ്യക്തിയെ ദൈവം കരങ്ങളെടുത്തതിന് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാമോ, ഹിസ്റ്ററി പഠിക്കും നമുക്കറിയാൻ കഴിയും, സെൻറ്റ് പോൾ ഈസ് ദി സെക്കൻഡ് ഫൗണ്ടർ ഓഫ് ക്രിസ്ത്യാനിറ്റി. ഇതാണ് ലോകചരിത്രം പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം പൗലോസിനെ അതേ കരങ്ങളെടുത്തു. ഹല്ലേലൂയ. തനിക്ക് വളരെയധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രിയമുള്ളവരെ നേരിടേണ്ടി വന്നു. നമുക്കറിയാം, പലരും സാമ്പത്തിക ഞെരുക്കമുള്ളവരാണ്. അതുപോലെ തന്നെ പലരും അവരുടെ മക്കളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. പലരും ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ ഇടുങ്ങിയ അവസ്ഥയാണ്, അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഒരു മറുപടിയുണ്ട് വചനത്തിൽ. എന്താണെന്നറിയാമോ? വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാം ആ വിഷയം ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവിടെ ദൈവം നമുക്ക് ഉത്തരം നൽകും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ലോകത്തിൻ്റെ മുമ്പിൽ
നമ്മൾ കൈ നീട്ടുവാനോ ലോകത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുവാനോ അല്ല, മറിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക്, ദൈവത്തിൻ്റെ പാതാര ബിന്ദങ്ങളിലേക്ക് ഹല്ലേലൂയ നാം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ, നാം നമ്മുടെ വിഷയം എടുത്താൽ വെച്ചാൽ ഹല്ലേലൂയ അന്ന് മറുപടി അവിടെ ദൈവം തരും. പ്രിയമുള്ളവരെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പലരുടെയും പ്രശ്നം ഇതാ, പ്രശ്നമുണ്ട് പക്ഷെ പരിഹാരമില്ല. ഹല്ലേലൂയ. കാരണം എന്താ? എത്തേണ്ടടുത്ത് ആ പ്രസംഗം എത്തണം, എത്തേണ്ടടുത്ത് നിൻ്റെ വിഷയം എത്തണം. ഹല്ലേലൂയ. ദൈവം നിന്നെ കരങ്ങളെടുത്ത് ഉപയോഗിക്കും, ദൈവം നിൻ്റെ പ്രശ്നങ്ങൾ മാറ്റും, ദൈവം നിൻ്റെ അവസ്ഥകൾക്കൊരു മാറ്റം വരുത്തും. പ്രിയമുള്ളവരെ ഹല്ലേലൂയ. സങ്കീർത്തനം 118:5 നമ്മളിങ്ങനെ വായിക്കുന്നു, ഞെരുക്കത്തിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. പ്രൈസ് ദി ലോർഡ്. നീ ഒരു ഇടുങ്ങിയ അവസ്ഥയിൽ ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിനക്കൊരു വിശാലതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ വിശാലത തരേണ്ടതാരാ? ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം തൻ്റെ സമയത്ത്, ദൈവം തൻ്റെ പ്ലാനിൽ കൂടി ഹല്ലേലൂയ നിന്നെ ഉയർത്തും. പ്രിയമുള്ളവരെ, നിന്നെ ഇങ്ങനെ ഇടുങ്ങിയ അവസ്ഥയിൽ ഇരിക്കുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-ഉം 10-ഉം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അവനെ യബ്ബേസ് എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യബ്ബേസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രശ്നമുണ്ടായിരുന്നു. തൻ്റെ സഹോദരനെക്കാട്ടിലും ഹല്ലേലൂയ താൻ മാന്യത ഉള്ളവനല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യബ്ബേസ് തൻ്റെ പ്രാർത്ഥനയുമായി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്നപ്പോൾ കർത്താവ് എന്തെടുത്തു? ഹല്ലേലൂയ. അതിൻ്റെ 4:10 വായിക്കുമ്പോൾ, 1 ദിനവൃത്താന്തം 4:10 വായിക്കുമ്പോൾ, അവൻ അപേക്ഷിതൊക്കെയും അവൻ നൽകി. പ്രൈസ് ദി ലോർഡ്. നീ എന്തിനു കരയുന്നത്? നീ എന്തിനാ പ്രയാസപ്പെടുന്നത്? നിന്റെ ഉള്ളത്തിലെ ഞരക്കം സ്വർഗത്തിലെ ദൈവം അറിയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവമല്ലാതെ ലോകത്തിൽ ആർക്കും നിന്റെ വിഷയം പരിഹരിക്കുവാൻ സാധ്യമല്ല. യബ്ബേസ് എന്തെടുത്തു? സ്വർഗത്തിലെ ദൈവത്തോട് താൻ അപേക്ഷിച്ചു. ഹല്ലേലൂയ. ആ മുഴുവൻ തൻ്റെ ഭാരങ്ങൾ മാറി ദൈവം വഴിയും വാതിലും ഒരുക്കി കൊടുത്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം തൻ്റെ അവസ്ഥകളെ മാറ്റുമ്പോൾ, ദൈവം വ്യക്തിഹൃദയത്തോട് സംസാരിക്കുമ്പോൾ, ദൈവം കുടുംബത്തോട് ദൈവം ഇടപെടുമ്പോൾ എന്ത് സംഭവിക്കും? ഇതെല്ലാം ജനം കാണും. പ്രൈസ് ദി ലോർഡ്. ദേശത്തിന് വിടുതലുണ്ടാകും, അത്ഭുതങ്ങൾ ഉണ്ടാകും, നിന്റെ രോഗം മാറും. ഹല്ലേലൂയ. നിന്റെ പ്രയാസം മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗലാത്യർ 3:6 എഴുതിയിരിക്കുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. 1 പത്രോസ് 2:6 അവനിൽ വിശ്വസിക്കുന്ന ലജ്ജിച്ചു പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ അബ്രഹാം ഒരു വ്യക്തി മുഖാന്തരം ഒരു വലിയ ജനത, ഇസ്രായേൽ ജനം മുഴുവൻ വിടിവിക്കപ്പെട്ടു, ഒരു വലിയ ജനത ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? ഒരാളെ ദൈവം തിരഞ്ഞെടുത്തതാണ്. പ്രൈസ് ദി ലോർഡ്. വീട്ടിലാവട്ടെ, നമ്മുടെ ഗ്രൂപ്പിലാവട്ടെ, ഹല്ലേലൂയ, നമ്മുടെ ചർച്ചിലാവട്ടെ, നമ്മുടെ സമൂഹത്തിലാകട്ടെ, ഹല്ലേലൂയ, ദൈവം ചിലരെ തിരഞ്ഞെടുത്താൽ ഞാൻ പറയട്ടെ, അതുമൂലം മറ്റുള്ളവർക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കും. നമ്മുടെ അവസ്ഥകളൊക്കെ മാറും. പ്രിയമുള്ളവരെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 1 പത്രോസ് 2:6 പറഞ്ഞത്, ജോ കോയി ഉസ് पर विश्वास करेगा हालेलुया वह किसी रीति से लज्जित नहीं होगा. praise the Lord. And he that believeth on him shall not be confounded. praise the Lord. അതിൻ്റെ അർത്ഥം എന്താണ് പ്രിയമുള്ളവരെ? നമ്മൾ അവനിൽ വിശ്വസിച്ചാൽ നാം ലജ്ജിക്കപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഷോർട്ടായിട്ട് ചിന്തിക്കാൻ പോകുന്നത്, ഇടിഞ്ഞ അവസ്ഥ നമുക്കൊന്ന് മാറണം, നമുക്കൊരു വിശാലത ജീവിതത്തിൽ കടന്നു വരണം. നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ വിശാലത വേണം. ചർച്ചിൻ്റെ പ്രവർത്തനത്തിൽ, ഗ്രൂപ്പിൻ്റെ പ്രവർത്തനത്തിൽ, നമ്മുടെ സമൂഹത്തിൽ നമുക്കുള്ള യോഗ്യത എന്താണ്? സമൂഹത്തിൽ ഒരു ഒതുങ്ങിയിരിക്കാനല്ല, ഇടുങ്ങിയ അവസ്ഥയിലിരിക്കാനല്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിശാലതയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, വിശാലതയിലേക്ക് പോകാൻ ചില മാർഗങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 1 കൊരിന്ത്യർ 16:13-14 വായിക്കുമ്പോൾ, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സ്നേഹത്തിൽ ചെയ്യുവീൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 5 കൂട്ടം കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമ്മുടെ ഇടുങ്ങിയ അവസ്ഥ മാറ്റി നമ്മളെ വിശാലതയിലേക്ക് കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം എപ്പോഴും ഉണർന്നിരിക്കണം. കൊരിന്ത്യ സഭയെക്കുറിച്ച് പറയുമ്പോൾ ശുശ്രൂഷകൾ ചെയ്യുന്ന കാര്യത്തിൽ ഹല്ലേലൂയ വളരെ ശുഷ്കാന്തിയുള്ള ഒരു സഭയായിരുന്നു കൊരിന്ത്യ സഭ. ഹല്ലേലൂയ. അവർ ധർമ്മശേഖരം നടത്തി. അത് സന്തോഷത്തോടുകൂടി അവർ മുന്നോട്ട് കടന്നു വന്നു. ഇതിനെ ഹല്ലേലൂയ പൗലോസ് പറഞ്ഞത് ഇത് വലിയൊരു ഉണർവാണെന്നാണ് പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. കാരണം എന്താ? പ്രൈസ് ദി ലോർഡ്. ആരോടും ഒരു പരാതിപ്പെടാതെ ഓരോരുത്തരുടെ ശുശ്രൂഷയിൽ
ധർമ്മശേഖരത്തിൽ മുൻപോട്ട് കടന്നു വന്നപ്പോൾ പൗലോസ് അതേക്കുറിച്ച് കണ്ടിട്ട് പറയാണ് ഒരു വലിയ ഉണർവ്. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41 വായിക്കുമ്പോൾ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ഹല്ലേലൂയ ബലഹീനമത്രേ. പ്രിയരെ, ഗത്സമന തോട്ടത്തിലെ സംഭവം നമുക്കറിയാം. യേശു 3 ശിഷ്യന്മാരെയും കൊണ്ട് മുൻപോട്ട് പ്രാർത്ഥിക്കാൻ പോയി. എന്നാൽ യേശു എന്തെടുത്തു? ആ 3 പേരെ അവരോട് തിരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുവീൻ, നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിപ്പീൻ, ഞാൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ആ ഉത്തരവാദിത്വം കൊടുത്തിട്ട് കർത്താവ് മുന്നോട്ട് കടന്നുപോയി. കർത്താവ് ഹല്ലേലൂയ അവൻ്റെ വിയർപ്പ് പസീന, അവൻ്റെ ഹല്ലേലൂയ അവൻ അത് രക്തം വിയർപ്പായി അവിടെ മാറിയെന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വരാൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് ആത്മാവിൽ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ കർത്താവ് തിരിച്ചു വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരവാദിത്വം ചെയ്യേണ്ടവർ ഉറങ്ങിപ്പോയി. പലയിടത്തും ഇതാസം, വീട്ടിലായാലും ഗ്രൂപ്പിലായാലും സഭയിലായാലും ചിലർ ഉത്തരവാദിത്വം നിർവഹിക്കത്തില്ല. അവർ മന്ദഗതിയിലാണ്, അവർ ഉറങ്ങിയ അവസ്ഥയിലാണ്. ഹല്ലേലൂയ. പ്രിയരെ, ജീവിതത്തിൽ പോരാട്ടങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നീ ഉറങ്ങരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ പലർക്കും ഇന്ന് സംഭവിച്ചെന്നറിയാമോ? പ്രാർത്ഥന കുറവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഒരു പ്രാർത്ഥനാ ജീവിതം. മത്തായി 26:40 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഉടനെ ശിഷ്യന്മാരുടെ അടുക്കൽ അവൻ വന്നു, ഇനി ഉറങ്ങി ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചില്ല. ഇപ്പോൾ കർത്താവ് എന്താ പറഞ്ഞറിയാമോ? നിങ്ങൾ ഇനി ഉറങ്ങിക്കോ, ഇനി നിങ്ങൾ ഉറങ്ങി ആശ്വസിച്ചോളാനാണ് പറയുന്നത്. കാരണം എന്താ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, നിലവിളി വരുമ്പോൾ, നെടുവീർപ്പ് വിടുമ്പോൾ ഹല്ലേലൂയ നാം പൊട്ടി പൊട്ടി കരയും. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് നമ്മൾ പാസ്റ്ററെ അന്വേഷിക്കുന്നത്, അപ്പോഴാണ് പ്രാർത്ഥനക്കാരെ അന്വേഷിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നാം എപ്പോഴും അലർട്ടായിരിക്കണം, എപ്പോഴും നാം ഉണർന്നിരിക്കണം, എപ്പോഴും നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. കാരണം ഈ സാത്താൻ എന്തെന്നറിയാമോ? നമ്മളെ ഒതുക്കുവാൻ, നമ്മളെ പിടിക്കുവാൻ, നമ്മുടെ വിശ്വാസം കളയുവാൻ ഈ സാത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചുറ്റുപാടുകളിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകർ ഇന്നും ആ കൊറോണ മാറിയിട്ടില്ല, നമുക്കറിയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അനേകർ അനേകർ മരിച്ചുകൊണ്ട് ഇന്ന് ട്രിവാൻഡ്രത്ത് എൻ്റെ വീട്ടിൽ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, അവിടെ ഒരാൾ പെട്ടെന്ന് മരിച്ചു. രാവിലത്തെ സംഭവമാണ്. ഹല്ലേലൂയ. ഞാനീ പറഞ്ഞൊരു സാരാംശം, രോഗത്താൽ കഷ്ടപ്പെടുന്നു പലരും. ഹല്ലേലൂയ. പലരുടെ രോഗം വിട്ടുമാറുന്നില്ല, രോഗം ഒന്ന് പോയിട്ട് വീണ്ടും വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഉണർന്നിരുന്ന് നീ ഹല്ലേലൂയ ആത്മാർത്ഥയോട് ദൈവത്തോട് നിലവിളിച്ചാൽ ഹല്ലേലൂയ ദൈവം നിനക്ക് വിടുതൽ നൽകും. ദൈവം നിൻ്റെ കണ്ണുനീർ തുടയ്ക്കും. ഇന്ന് നിൻ്റെ കണ്ണുനീർ കാണുന്ന മനുഷ്യരല്ല, ദൈവം കാണുന്നുണ്ട്. നീ നിരാശപ്പെടരുത്. ഹല്ലേലൂയ. നിൻ്റെ ആവശ്യങ്ങളുടെ മുഖത്ത് പ്രവർത്തിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഈ പിശാച് ദാനിയേലിനോടൊരു കാര്യം പറഞ്ഞറിയാമോ? നിൻ്റെ ശരീരം മുഴുവൻ ഞാൻ പിച്ചു ചിന്താൻ പോകുകയാണ്, നിൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. ദാനിയേൽ 6:10 വായിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദാനിയേൽ ചെയ്തെന്നറിയാമോ? അവൻ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിട്ടു. പിന്നെന്തെടുത്തു? താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകൂത്തി തന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. പ്രിയരെ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ഹല്ലേലൂയ നീ എന്ത് ചെയ്യണം? നിന്റെ പ്രാർത്ഥന നീ വർദ്ധിപ്പിക്കണം. ഇന്ന് 2 മണിക്കൂറാണ് പ്രാർത്ഥിച്ചെങ്കിൽ അതിൻ്റെ സമയം നീ വർദ്ധിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിലേ ശത്രു ഹല്ലേലൂയ നിന്നെ കണ്ടിട്ട് പോവുകയുള്ളൂ, സംഹാരകൻ നിന്നെ കണ്ടു പോവുകയുള്ളൂ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ അളവ് ദാനിയേൽ വർദ്ധിച്ചപ്പോൾ സംഭവിച്ചറിയാമോ? സിംഹക്കൂട്ടിൽ അവനെ ഇട്ടപ്പോഴും സിംഹാവിൻ്റെ വാതിലടച്ചു, വായടച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രുവിൻ്റെ വായടയ്ക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ശദ്രക്കും മേശക്ക് അബേദ്നെഗോവും 3 പേരും തീച്ചൂളയിലിട്ടു. നെബൂഖദ്നേസർ. എന്താണ് സംഭവിച്ചത്? അവർ സത്യദൈവത്തെ അല്ലാതെ ഒരു ദൈവത്തെ ആരാധിക്കുന്നവരല്ല. എന്നാൽ അവരെ രക്ഷിക്കുവാൻ ദൈവം, ഒരു മനുഷ്യപുത്രനോട് സദൃശനായ ദൈവം ഹല്ലേലൂയ ആ തീച്ചൂള ഇറങ്ങി വന്നെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അഗ്നിക്കുള്ളിൽ 4ാമനായി രക്ഷിക്കുവാൻ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന് സുവിശേഷം 21-ാം അധ്യായം 36-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന് മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ.
എപ്പോഴും നമുക്ക് പ്രാർത്ഥനാ ജീവിതം. ഹല്ലേലൂയ. ഈ വചനം ഒരു കണ്ണാടിയാണ് പ്രിയമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓരോ ദിവസം കണ്ണാടിയിൽ നോക്കണം, വചനത്തിൽ നോക്കണം. എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു പിശക് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നീ അത് ക്രമീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിലേ പ്രതികൂലങ്ങൾ വിട്ടുപോകുകയുള്ളൂ, പ്രതിസന്ധി മാറുകയുള്ളൂ. പ്രതികൂലങ്ങളിൽ പ്രത്യാശയോടെ പിടിച്ചു നിൽക്കുവാൻ നിനക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ വിടുതൽ നിശ്ചയമാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തസ്രാവമുള്ള സ്ത്രീ, ഹല്ലേലൂയ, ആ സ്ത്രീക്ക് ഒരു വിശ്വാസം, ഒരു ചെറിയ വിശ്വാസമുണ്ട്, ഈ യേശു എന്നെ രക്ഷിക്കുമെന്ന്. എന്തെടുത്ത് നിങ്ങൾക്ക് അറിയാമോ? അവൾ മെല്ലെ മെല്ലെ മന്ദം മന്ദം യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. അവൾ നോക്കിയപ്പോൾ അനേകം യേശുവിന് മുമ്പിൽ ഇങ്ങനെ ഉണ്ട്, തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുക. അവൾക്ക് യേശുവിൻ്റെ അടുക്കൽ പോകാൻ കഴിയാതെ വന്നു. അവൾ എന്തെടുത്തു? വളരെ ബുദ്ധിമുട്ടി, വളരെ പ്രയാസപ്പെട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊട്ടതേ ഉള്ളൂ. യേശുവിൻ്റെ ശക്തി പകർന്നു. യേശു ചോദിച്ചു, ആരോ എന്നെ തൊട്ടിരിക്കുന്നു? ശിഷ്യന്മാർക്ക് അവർക്ക് കാഴ്ച കുറവാണ്. അവരെന്താ പറയുന്നറിയാമോ? ഗുരു, ഇത്രയും വലിയ ഒരു ക്രൗഡ്, ഇത്രയും വലിയൊരു ഭീഡ് ഇത്ര ഉള്ളപ്പോൾ ആരാണ് നിന്നെ തൊട്ടതെന്ന് ആർക്കറിയാം? പ്രൈസ് ദി ലോർഡ്. ആ സ്ത്രീയുടെ വിശ്വാസമാണ്. ഹല്ലേലൂയ. അവൾ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവൾക്ക് പൂർണ്ണ സൗഖ്യമായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശതാധിപൻ എന്താ പറഞ്ഞത്? ഗുരു, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സൗഖ്യം ഉണ്ടാകട്ടെ പ്രിയമുള്ളവരെ. അനേകർ നമ്മുടെ ഗ്രൂപ്പിലേക്ക് കടന്നു വരട്ടെ. അനേകർ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പ്രാർത്ഥന കണ്ട് അനേകർ സൗഖ്യം പ്രാപിച്ചിട്ട് പോകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഐക്യമത്യത്തോടു കൂടി നമുക്ക് ഒറ്റക്കെട്ടായി നമുക്കൊരു വലിയ ദൗത്യമാണ് പ്രിയമുള്ളവരെ നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 4:7 ഇങ്ങനെ കാണുന്നു, എന്നാൽ എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതനുമായിരിപ്പീൻ. ഹല്ലേലൂയ. നാം പ്രാർത്ഥനാ ജീവിതം, ഹല്ലേലൂയ, പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥന ഒരു വലിയ മതിലാണ്. പ്രൈസ് ദി ലോർഡ്. അത് എങ്ങും ഇടുങ്ങി, ഹല്ലേലൂയ, ഇടിഞ്ഞിരിക്കാൻ നീ ചിന്തിക്കരുത്, ആഗ്രഹിക്കരുത്. ഹല്ലേലൂയ. ആ പ്രാർത്ഥന എന്ന മതിലിനെ നാം ശക്തിപ്പെടുത്തുമ്പോൾ ശത്രു നമ്മുടെ അടുത്തെങ്ങും വരികയില്ല, ശത്രു ഓടിപ്പോകും പ്രിയമുള്ളവരെ. രണ്ടാമത്തെ അവിടെ പോയിന്റ് നമുക്ക് ചിന്തിക്കാൻ പോകുന്നത് വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കെന്താ? അടയ്ക്കപ്പെട്ട വാതിലുകൾ തുറക്കണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൽ നീ ഉറയ്ക്കണം. കർത്താവ് എന്താ പറഞ്ഞ്? കടുകുമണിയോളം നിനക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, ഇനി ഈ മലയോട് പറഞ്ഞാൽ ഇത് ഓടി മാറിപ്പോകുന്ന. ഹല്ലേലൂയ. നാം നമ്മുടെ രോഗമായ അവസ്ഥയിൽ ശരീരത്തിൽ കൈവച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. രോഗശാന്തി, ഹല്ലേലൂയ, തീർച്ചയായിട്ടും നിനക്ക് കാണാൻ കഴിയും. നിൻ്റെ അസുഖം മാറും. ഹല്ലേലൂയ. ഇന്നലെ രാത്രി ഞാൻ ഓർത്ത് എന്തോ എനിക്ക് സംഭവിക്കാൻ പോകുന്നെന്ന്. ഞാനിങ്ങനെ ഹല്ലേലൂയ എൻ്റെ ഡെയിലി കാര്യങ്ങളൊക്കെ ചെയ്ത് വിശ്രമിക്കാനുള്ള സമയമാണ്. പെട്ടെന്ന് പ്രിയമുള്ളവരെ ഒരു വല്ലാത്തൊരു വോമിറ്റിങ്ങും ഞാൻ ഓർത്തു. വളരെയധികം ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു. ഒരു 3-4 മണിക്കൂർ. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമേ എൻ്റെ അടുത്തുള്ളായിരുന്നു. അവർ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ഹല്ലേലൂയ. ഞാനൊരു ദൈവത്തിൽ ആശ്രയിച്ചു. ആരോടും പറഞ്ഞില്ല. ഇതുവരെ ആരോടും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല. ദൈവം എന്നെ നിലനിർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് രോഗമാവട്ടെ, ഏത് നിങ്ങൾക്കറിയാം പ്രിയമുള്ളവരെ, എൻ്റെ ഈ വിരൽ, ഹല്ലേലൂയ, ചെറുപ്പത്തിൽ ഇത് 2 പീസായി പോയതാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിതാവ് ഒരു വലിയ പാസ്റ്ററായിരുന്നു. അദ്ദേഹം ഓടി വന്ന് പീസെടുത്ത് വെച്ചു, പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 10 ദിവസം കഴിഞ്ഞപ്പോൾ അടിച്ചു നോക്കിയപ്പോൾ ഇത് കരിഞ്ഞിരുന്നു. ഹല്ലേലൂയ. ഉണങ്ങിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. രോഗശാന്തിയിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. ലോകത്തിലെ വൈദ്യന്മാരെയല്ല ആശ്രയിക്കേണ്ടത്. നിനക്ക് രോഗം വന്നാൽ, നിനക്കൊരു ഭാരം വന്നാൽ, നിനക്കൊരു പ്രയാസം വന്നാൽ, നീ ആശ്രയിക്കേണ്ടത് സ്വർഗത്തിൽ ദൈവത്തോടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടയ്ക്കപ്പെട്ട പലപ്പോഴും വാതിലുകൾ, ഹല്ലേലൂയ, അച്ചാനക് എന്ന് പറഞ്ഞാൽ സഡനായിട്ട് അടയ്ക്കപ്പെടുകയാണ്. ജോലിയായാലും പ്രശ്നങ്ങളായാലും. എന്നാൽ അവിടെയൊക്കെ നീ ശാന്തമായിട്ട് ചിന്തിച്ചാൽ ഒരു വഴി ദൈവം നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം തൻ്റെ ഏകജാത മകനെ, ഹല്ലേലൂയ, അതേ വെട്ടുവാൻ വേണ്ടി കത്തി ഉയർത്തിയപ്പോൾ അബ്രഹാമേ, ബാലന്റെ മേൽ നീ കൈവെക്കരുതെന്ന് പറഞ്ഞു. പുറകിലോട്ട് നോക്കിയപ്പോൾ എന്താ? അവിടെ അറുക്കപ്പെടാൻ വേണ്ടി ഒരു കുഞ്ഞാടിനെയാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഒരു വഴി അടയുമ്പോൾ പ്രിയമുള്ളവരെ, 2 വഴി തുറക്കുവാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. നീ നിരാശപ്പെടരുത്, നീ കരയരുത്, നീ വിഷമിക്കരുത്. രോഗമായാലും ദുഃഖമായാലും, ഹല്ലേലൂയ, നീ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം വഴിയില്ലാത്തടത്ത് വഴി തുറക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർമാരൊക്കെ വിധി എഴുതും, അധികം നാൾ ജീവിച്ചിരിക്കില്ലെന്ന്.
പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവിന് നിന്നെക്കുറിച്ച് ഉദ്ദേശമുണ്ടെങ്കിൽ അവൻ നിന്നെ ഇടുങ്ങിയ അവസ്ഥയിൽ നിന്ന് നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ മാനുഷിക വിധികളെ ദൈവം മാറ്റും. ഹല്ലേലൂയ. ലോകം എന്തും പറയട്ടെ, ലോകം നിന്നെ അപമാനിക്കട്ടെ, ലോകം നിന്നെ ശുശ്രൂഷ കണ്ട് കളിയാക്കട്ടെ, ലോകം നിന്നെ നിന്ദിക്കട്ടെ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നിന്നെ ഉയർത്താൻ എൻ്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ദൈവം ഉയർത്തും. ലോകത്തിൻ്റെ മുമ്പിൽ, ലോകത്തിൻ്റെ കണ്ണുകൾ നിന്റെ മുമ്പിലാണ്, നീ മനസ്സിലാക്കണം. പക്ഷെ നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നിന്നെ ശക്തമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കും. പ്രൈസ്. മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറയട്ടെ, നിങ്ങൾ പുരുഷത്വം കാണിക്കണം. പ്രൈസ്. എന്താണ് ഈ പുരുഷത്വം എന്ന് പറഞ്ഞാൽ? ഹല്ലേലൂയ. ഒരു വിശ്വാസി എപ്പോഴും സത്യത്തിന് വേണ്ടി നിലകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. പറയുന്നത് മാറ്റിയും മറിച്ചും പറയരുത്. ചിലർ അങ്ങനെ രാവിലെ 10 മണിക്ക് പറയുന്നതല്ല 12 മണിക്ക് പറയുന്നത്. ചിലർ എപ്പോഴും ദേ ആർ ചേഞ്ചിങ് ദെയർ ടോക്കിംഗ്, ദെയർ വേർഡ്സ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മളാകാൻ പാടില്ല. നമ്മളൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ലൂക്കോസ് 22:56-57 വായിക്കുമ്പോൾ അവൻ തീവട്ടി അടുക്ക ഇരിക്കുന്നത് ഒരു ബാല്യക്കാരത്തി കണ്ട് അവനെ ഉറ്റുനോക്കി. ഇവൻ അവനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അവനോ, സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവനെ തള്ളി പറഞ്ഞു. ആരുടെ കാര്യമാണ്? ഏറ്റവും വലിയ മോണിറ്ററായ പത്രോസിൻ്റെ കാര്യമാണ്. പത്രോസ് പറയാണ്, സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പലരും അങ്ങനെയാണ്. സ്കൂൾ ജോലി ചെയ്യുന്നവരെ എനിക്കറിയാം. ഹല്ലേലൂയ. ഫാക്ടറി ജോലി ചെയ്യുന്നവരെ എനിക്കറിയാം. ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്നവരെ അറിയാം. അവരുടെ എന്തെങ്കിലും ഒരു ഉത്സവം മറ്റും വരുമ്പോൾ ഉണ്ടല്ലോ, അവരിൽ ഒരാളായിട്ട് അങ്ങ് മാറും. ഹല്ലേലൂയ. ഒരു ദിവസം ഞാനിവിടെ വന്നപ്പോൾ, ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ രാജസ്ഥാനിൽ വന്നപ്പോൾ ഒരു പാസ്റ്റർ ഒരു ബക്കറ്റിൽ ചില കളറൊക്കെ ആയിട്ട് ദീപാവലിയുടെ ദിവസം, ഹോളിയുടെ ദിവസം എൻ്റെ മണ്ടേ കളറടിക്കാൻ വന്നു. ഞാൻ ചോദിച്ചു, പാസ്റ്റർ, നിങ്ങളൊരു പാസ്റ്ററല്ലേ, നിങ്ങൾ ഈ കളറടിക്കാൻ തുടങ്ങിയോ? ഹല്ലേലൂയ. എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ പാസ്റ്ററെ, ഇവിടെ ജീവിക്കണമെങ്കിൽ നമ്മൾ ഇവരെ പോലെയൊക്കെ ആകണം. പ്രൈസിലെ പ്രിയമുള്ളൊരു വചനം അത് അനുശാസിക്കുന്നില്ല. നീ എവിടെയായിരുന്നാലും നിന്നെ കാണുന്നവർ മനസ്സിലാക്കണം, നീ ഒരു വേർപെട്ട വ്യക്തിയാണെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ ഒരു ഭക്തിയാണെന്ന് മനസ്സിലാക്കണം, നീ ഒരു ഭക്തനാണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായോ? ഈ സ്ത്രീയുടെ മുമ്പിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. എത്ര? 1 2 3 പ്രാവശ്യം. പക്ഷേ പത്രോസ് ബലഹീനനല്ല. പ്രിയമുള്ളവരെ, പത്രോസ് യേശു ഉയർത്തുന്നതിൻ്റെ 10-ാം ദിവസം പെന്തിക്കോസ്ത് നാളിൽ, ഹല്ലേലൂയ, മർക്കോസിൻ്റെ മാളിക മുറിയിൽ കർത്താവ് തൻ്റെ ആത്മാവിനെ അങ്ങോട്ടൊന്ന് അയച്ചു. എന്താണ് സംഭവിച്ചതെന്നറിയാമോ? പത്രോസ് എഴുന്നേറ്റ് ഒരു പ്രസംഗം അങ്ങോട്ട് ചെയ്തു. ഇന്ന് 360 ദിവസം പ്രസംഗിച്ചാൽ പോലും ഒരു പാവിയെ മാനസാന്തരപ്പെടുന്ന കാര്യം വലിയ പാടാണ് പലർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് ഒരു പ്രസംഗം ചെയ്തു. ഒറ്റ പ്രസംഗം. എത്ര പേരാ രക്ഷിക്കപ്പെട്ടെന്നറിയാമോ? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവർ 3000 പേരാ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, പൗലോസിൻ്റെ ഈ ശുശ്രൂഷ നമുക്കെല്ലാം വളരെ ഇൻസ്പിറേഷൻ നൽകുന്നതാണ്. ഹല്ലേലൂയ. ഒരു പ്രസംഗം 3000 പേര് അവർ മാനസാന്തരപ്പെട്ട് അവർ കർത്താവിലായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗലാത്യർ 5:1 നമ്മളിങ്ങനെ വായിക്കുമ്പോൾ, സ്വാതന്ത്ര്യത്തിന് ആയിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും നീ കുടുങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. പ്രിയരെ, ദൈവസ്നേഹത്തിൽ ഉറച്ചു നിന്ന് ഹല്ലേലൂയ നമുക്ക് ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി പോരാടാം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കർത്താവ് ഒരു വിശാലത ഒരുക്കാൻ പോവുകയാണ്. നിന്റെ ഈ അവസ്ഥ മാറി. ഹല്ലേലൂയ. നിന്റെ ഇടുങ്ങിയ അവസ്ഥ മാറി. നിന്റെ എല്ലാ മേഖലയിലും കർത്താവ് നിനക്ക് വിശാലത വരുത്തുവാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4-ാമത്തെ പോയിന്റാണ്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ ശക്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എഫേസ്യർ 6:10 നമ്മൾ വായിക്കുമ്പോൾ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ എന്ത് പ്രതിസന്ധി വരട്ടെ, ഏത് പ്രതികൂലം വരട്ടെ, ഹല്ലേലൂയ, നമ്മൾ കർത്താവിൽ ശക്തിപ്പെടണം. അവൻ്റെ ബലത്തിൽ നമുക്ക് ആശ്രയിക്കാം. പൗലോസ് എന്താ പറഞ്ഞത്? എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായി വരുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ ബലഹീനതയിൽ, നിന്റെ ദുർബലാവസ്ഥയിൽ, നിനക്ക് ആരുമില്ലെന്നൊരു തോന്നലിൽ, നീ ഒറ്റപ്പെടുമ്പോൾ, നിന്റെ മനുഷ്യൻ തള്ളുമ്പോൾ, ഹല്ലേലൂയ, ഈ ഒരു വാക്യം നീ കൂടെ പറഞ്ഞ ഏത്? എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായി വരുന്നു. ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കാം. പ്രിയമുള്ളവരെ, കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ നമുക്ക് ശക്തിപ്പെടാം. ഹല്ലേലൂയ. പ്രാർത്ഥന മുൻപോട്ട് കടന്നു പോകുമ്പോൾ, പ്രിയരെ, സാത്താൻ പല തന്ത്രങ്ങൾ കൊണ്ടുവരും.
ഹല്ലേലൂയ. നിന്നെ നശിപ്പിക്കുവാൻ വേണ്ടി സാത്താൻ പല പരിപാടികൾ പ്ലാൻ ചെയ്യും, പല പ്രൊജക്റ്റുമായിട്ട് കടന്നു വരും. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനാ ജീവിതം മുടക്കുവാനാണ് സാത്താൻ ശ്രമിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചിലർക്കാണ് ഉറങ്ങുമ്പോൾ ഉറക്കം വരത്തില്ല. ഹല്ലേലൂയ. ഞാൻ വളരെ വർഷങ്ങളായി ടീച്ചിങ് ലൈനിലാണ്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പം ക്ലാസ്സിൽ ഇരുന്നാൽ ഞാൻ ഉറങ്ങും. ഞാൻ ഈ ക്ലാസ്സിൽ ഇരിക്കത്തില്ല, ഞാൻ നിന്നുകൊണ്ട് പഠിപ്പിക്കും. ഹല്ലേലൂയ. കാരണം എന്താ? ഇരുന്നാൽ എനിക്ക് ഉറക്കം വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർക്കാണെങ്കിൽ ഉറങ്ങാൻ കിടന്ന ഉറക്കം വരത്തില്ല. എനിക്കാണെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഉറങ്ങിയോ കണ്ണടച്ച് പെട്ടെന്ന് അങ്ങ് ഉറക്കം വരികയാണ്. കാരണം മറ്റ് ടെൻഷനൊന്നുമില്ല. എൻ്റെ ടെൻഷൻ കർത്താവില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രയാസം, എൻ്റെ കണ്ണുനീർ, എൻ്റെ ഭാരം എൻ്റെ കർത്താവിനറിയാം. ഹല്ലേലൂയ. അവൻ അപ്പോഴുള്ള വഴികളെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഒരുക്കും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നാം കർത്താവിനെ അങ്ങ് ഏൽപ്പിച്ചാൽ മതി. ഹല്ലേലൂയ. നമുക്കറിയാം കർത്താവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു ജേക്കബ്. ഹല്ലേലൂയ. ജേക്കബിനെ കുറിച്ച് പറയുന്നത് അവന് ഒട്ടകത്തിൻ്റെ മുട്ടുണ്ടായിരുന്നാണ് പറഞ്ഞത്. അവന് ഓപ്പറേഷൻ ചെയ്ത് ഒട്ടകത്തിന് മുട്ടൊന്നുമില്ല, മറിച്ച് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. മുട്ടിന്മേൽ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് തൻ്റെ ഒട്ടകത്തിന് മുട്ടുപോലെ തൻ്റെ മുട്ട ആയി. ഹല്ലേലൂയ. പ്രിയരെ, കൂടുതൽ പ്രാർത്ഥിച്ചപ്പോൾ ഹെരോദാവ് ഒരു ദിവസം ശിഷ്യന്മാരെ കൊല്ലാൻ വാളെടുത്തു. ആദ്യമേ വാളെടുത്ത് വെട്ടിയത് ആരെന്നറിയാമോ? ഈ യാക്കോബിനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ കൂടുതലായിട്ട് അടുക്കുമ്പോൾ ഹല്ലേലൂയ, ശത്രുത, ഭീഷണി, പ്രയാസം, എതിർപ്പ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. ആദ്യത്തെ രക്തസാക്ഷി ഹല്ലേലൂയ ശിഷ്യന്മാരിൽ യാക്കോബാണ്. നമ്മൾ മനസ്സിലാക്കണം, യാക്കോബിനെയാണ് ആദ്യം വാൾ കൊണ്ട് വെട്ടിയത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രവൃത്തി 2:12 1-2 വായിക്കുമ്പോൾ അക്കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. നിങ്ങൾ ധരിക്കേണ്ട, യാക്കോബ് പ്രാർത്ഥിക്കാത്തവനല്ലായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നവൻ യാക്കോബായിരുന്നു. അതുകൊണ്ട് തന്നെ ശത്രു ആദ്യമേ യാക്കോബിനെയാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. പ്രൈസ് ദി ലോർഡ്. ശേഷം നമുക്കറിയാം പത്രോസിനെ തടവിലാക്കി. ഹല്ലേലൂയ. എന്നാൽ സഭ മൊത്തമായി പ്രാർത്ഥിച്ചു. പത്രോസിനെ ദൈവം വിടുവിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രവൃത്തി 12:5 വായിക്കുമ്പോൾ ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു അവന് വേണ്ടി. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹല്ലേലൂയ. നമ്മുടെ ഈ ഗ്രൂപ്പ്, ഞാൻ ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയാൻ കാരണം നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒരു മീറ്റിംഗ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പ്രിയമുള്ളവരെ, എപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം വഴികളെ തുറക്കും, ദൈവം അത്ഭുതങ്ങളെ കാണിക്കും, ദൈവം രോഗത്തിന് വിടുതൽ നൽകും. അനേകർ ഹല്ലേലൂയ ഭാരമുള്ളവർ, പ്രയാസമുള്ളവർ ഹല്ലേലൂയ, അവർക്ക് മരുഭൂമിയിൽ മരിപ്പച്ചയെ പോലെ നമ്മുടെ ഈ ഗ്രൂപ്പ് മാറണം. പ്രിയമുള്ളവരെ, ഇതാണ് ഞാൻ ഈ ഗ്രൂപ്പിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അനേകർ കടന്നു വരട്ടെ, അവർക്ക് നമ്മളൊരു ആശ്വാസം, ഒരു തണൽ ഹല്ലേലൂയ നാം അവർക്ക് കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ലാസ്റ്റ് പോയിന്റ് ഇതാണ്, സ്നേഹത്തിൽ നിറയണം. ഹല്ലേലൂയ. കൊലോസ്യർ 3:14 വായിക്കുമ്പോൾ എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. അഗപ്പാ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. എല്ലാറ്റിനും ഉപരിയായി നമ്മൾ ആ ദൈവം തന്ന സ്നേഹമാണ് നമ്മൾ ധരിക്കേണ്ടത്. ഹല്ലേലൂയ. സ്നേഹം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വിദ്വേഷം, ഇരുട്ട് മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ മാറുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വീട്ടിലായാലും കുഞ്ഞുങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകുക. ഒരു ഗ്രൂപ്പിലായാൽ എല്ലാവരും ഒരേ ചിന്തയുള്ളവരും ഹല്ലേലൂയ, ഊപ്പർനീച്ചെ, ആരും മുകളിലും താഴെയുമല്ല, എല്ലാവരും തുല്യരായി നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി, നമ്മളൊരു ഫോക്കസിൽ, നമ്മളൊരു ടാർഗറ്റ് വെച്ചുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മുൻപോട്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് ദൈവത്തിൻ്റെ നടത്തിപ്പ്, അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി, അവിടെയാണ് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നമ്മൾ കാണാൻ പോകുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സ്നേഹം വർദ്ധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അവിടെ സാത്താന് പിന്നെ ഇടയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ സ്നേഹം ഉള്ളിടത്ത് സാത്താൻ ഒരു പണിയും ചെയ്യില്ല. ഹല്ലേലൂയ. ഈ വിദ്വേഷവും ഈ സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കുന്ന ആരെന്നറിയാമോ? അത് സാത്താനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മറ്റുള്ളവരുടെ വേദനയിൽ നമുക്ക് പങ്കുണ്ടോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസ്നേഹം, കർത്താവ് നമ്മളെ ആ സ്നേഹം, അവൻ ശിഷ്യന്മാരുടെ കാല് കഴിയവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അവൻ ആ സ്നേഹം നമ്മളെ പഠിപ്പിച്ചു. അതാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം.
ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മൾ ധരിക്കണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവൻ നമ്മളെ പഠിപ്പിച്ച ആ സ്നേഹം നമ്മുടെ ലോകത്തിലേക്ക് മറ്റുള്ളവർ നമുക്ക് കാണിച്ചു. നിങ്ങൾ ആരെയൊക്കെ അപ്പിയർ ചെയ്യുന്നുവോ, നിങ്ങൾ ആരെയൊക്കെ അഭിമുഖീകരിക്കുന്നുവോ, നിങ്ങളുടെ മുമ്പിൽ ആരൊക്കെ വരുന്നുവോ, ഹല്ലേലൂയ, അവരെ നാം ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് നമ്മൾ പഠിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ വഴി, നാം വഴി ദൈവത്തെക്കുറിച്ച് അവർ അറിയണം. ഹല്ലേലൂയ. നാം ദൈവസ്നേഹത്തിൽ നിറയുമ്പോൾ സാത്താൻ അവിടെ ഇടയില്ല. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാത്താൻ പിന്നെ അവിടെ സ്ഥാനമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതുവരെ നിങ്ങളോട് സംസാരിച്ച വിഷയത്തിൻ്റെ സമ്മറി ഹാലയിലേക്ക് ഞാൻ പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളിലേക്ക് വിശ്വാസം കടന്നു വരും. ഉറപ്പുള്ള വിശ്വാസം. ഹല്ലേലൂയ. വിശ്വാസം വന്നു കഴിയുമ്പോൾ നമുക്കെന്ത് സംഭവിക്കും? നമുക്ക് പുരുഷത്വം, ധൈര്യം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആത്മാവിൽ ശക്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ആത്മാഭിഷേകത്താൽ നമ്മൾ നിറയണം. ഹല്ലേലൂയ. ഈ ആത്മാവെന്ന് പറയുന്ന ദൈവമാണ്. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, നാം പ്രിയമുള്ളവരെ നമ്മൾ ശക്തിപ്പെടും. ആത്മാവിൽ ശക്തിപ്പെടണം. ഹല്ലേലൂയ. ആത്മാവുള്ള വ്യക്തിക്ക് എന്താ ഉണ്ടാകും? സ്നേഹം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആ സ്നേഹമുള്ള വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ദൈവം നമ്മളെ മുന്നിൽ ശക്തമായി നമ്മളെ മുൻപോട്ട് നയിക്കും. പ്രിയരെ, ഇതുവരെയും എൻ്റെ വാക്കുകളെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഓരോരുത്തർക്കും, അവരെ ഓരോരുത്തരെയും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇതുവരെയും നിന്റെ വചനം കേൾപ്പിക്കാത്തത് അവസരത്താൽ ഞാൻ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ചീഫ് അഡ്മിൻ സിസ്റ്റർ റോസൻ സുരേഷ്, മറ്റ് അഡ്മിൻസ്, ഓരോരുത്തർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഓരോരുത്തരും സ്നേഹത്തിൽ നിറയുവാൻ, ഓരോരുത്തരും ശക്തിപ്പെടുവാൻ, ഓരോരുത്തരും ആത്മാവിലാകുവാൻ, ഓരോരുത്തരും പ്രാർത്ഥന ഉറ്റിരിപ്പാൻ കർത്താവേ, കേൾവിക്കാരെ നീ ഒരിക്കനായി സ്തുതിക്കുന്നു. ഓരോരുത്തരെയും സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടാൽ സ്തുതിക്കുന്നു. സകല യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.